ഹലോ, ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ അറിയാമല്ലേ, എല്ലാത്തരം ചെടികൾക്കും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അത്യാവശ്യമായിട്ട് വേണമെന്നല്ലേ. അതുപോലെ ചില ചെടികൾക്ക് വേറെ ചില ധാതുലവണങ്ങൾ ഇതുപോലെ അത്യാവശ്യമായിട്ട് വേണം അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ പല പല വളങ്ങളുടെ റെസിപ്പിയായിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. ഞാൻ യൂട്യൂബുകളിൽ നിന്നും മറ്റ് നമുക്കറിയാവുന്നവർ പറഞ്ഞു തരുന്നത് പരീക്ഷിച്ചതിന് ശേഷം ഞാൻ വിജയം കണ്ട റെസിപ്പികൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോഴേ നമുക്ക് ഇന്ന് റോസിനെ നന്നായിട്ട് റോസ് തളിർക്കാനും എന്താ പറയുക വളരാനും പൂടാനും മുട്ടിടാനൊക്കെ ആയിട്ടുള്ള ഒരു പൗഡർ ഫോമിലുള്ള ഒരു വളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോഴേ നമ്മൾ ഇന്ന് ഈ വളങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. ഞാനേ ഇന്നാളൊരു മാങ്ങയുടെ തോല് വളം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഓർഡർ പ്രകാരം 10-15 കിലോളം അച്ചാർ ഉണ്ടാക്കിയപ്പോൾ അത്രയും മാങ്ങയുടെ തോല് വന്നിട്ടുണ്ടായിരുന്നു, പച്ചമാങ്ങയുടെ. അത് ഞാൻ ഉണക്കിയിട്ട് ചെടികൾക്ക് വളാക്കി കൊടുക്കണത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആ ഉണക്കി വെച്ചതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിത്തോൽ അറിയാലോ, ഉള്ളിത്തോൽ ഞാൻ സവാളത്തോലും ഉള്ളിത്തോലും മാത്രം വേറെ വളം ചെയ്യുന്നത് കൊണ്ട് ബാക്കി മിക്സിംഗ് ആയിട്ട് കുറച്ച് അംശം വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും സവാളയുടെയൊക്കെ തോല് അതുകൊണ്ട്, പിന്നെ മുട്ടത്തോടും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്നതാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഇത്തിരീശെ ചേർത്തുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടുള്ള പൗഡർ ഫോമിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് എല്ലാറ്റിൽ നിന്നും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പൊടിക്കുകയാണ്. ഇത് ഫൈൻ പൗഡർ ആവില്ല, അത്യാവശ്യം തരി ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ നന്നായിട്ട് ഫൈനായിട്ടല്ല കേട്ടോ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ റോസ് ചെടി എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ വഴുതിന ചെടിക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റോസ് ചെടിയുടെ കടക്കിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ മുഴുവൻ പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. നമ്മൾ ഇപ്പോൾ എടുത്ത മുട്ടത്തുണ്ടായിക്കോട്ടെ, ഉള്ളി വെളുത്തുള്ളിയുടെ ഒക്കെ തോലായിക്കോട്ടെ, മാങ്ങത്തോലായിക്കോട്ടെ, ഇതിലെല്ലാം നമ്മുടെ റോസിന് അത്യാവശ്യം വേണ്ട ഘടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കാൽഷ്യവും മാഗ്നീഷ്യവും സൾഫറും ബോറോണും കോപ്പറും അയണൊക്കെ ഇതിൽ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ പൗഡർ ഫോമിലുള്ള നമ്മുടെ റോസ് ചെടിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വളം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടാണ്. ഒരു റിസ്കൂല്ല അല്ലേ. നമ്മൾ വീട്ടിലുണ്ടാവുന്ന വസ്തുക്കൾ വലിച്ചെറിയാതെ നമ്മളത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാനിത് ഈ പൗഡർ എല്ലാ റോസ് ചെടിയുടെയും കടക്കയിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വേറെ ഞാനൊന്ന് കട ഇളക്ക് മാന്തി ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓരോ നനവിനനുസരിച്ച് ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും പതിയെ റോസ് വലിച്ചെടുത്തോളും. അപ്പോൾ എൻ്റെ റോസിനൊക്കെ ചെറിയ ഇലകൾക്കൊക്കെ ഒരു ഭംഗി കുറവും കളറൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പുതിയ തളിരുകൾ വന്നു, മുട്ട് വന്നു, പൂവിന് തന്നെ നല്ല കളർ വന്നു, വലിപ്പം വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ റോസ് ചെടിയിൽ ഞാൻ കണ്ടു കേട്ടോ. എനിക്കിത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ സവാളയുടെ ഒക്കെ ഇതിൽ പരീക്ഷിച്ചിട്ടുണ്ട്, എന്നാലും ഇതും നല്ലൊരു വളമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വളത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം അത്രയും അനുഭവം ഉള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഒന്നും കൂടെ ഞാൻ വിശ്വസിക്കണോ എങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസ് മുഴുവൻ കാണണം, ഫുള്ളും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിക്കോളൂ കേട്ടോ. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനിയും കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.